ഉത്സവമാവാനായിരുന്നു തൊട്ട് എനിക്ക് ഭയങ്കര പ്ലാനിങ് ആയിരുന്നു. എല്ലാ ദിവസവും അമ്പലത്തിൽ പോകണം, പോകുന്ന ഓരോ ദിവസവും ഓരോ വ്ളോഗൊക്കെ ഇടണം എന്നെല്ലാം വിചാരിച്ചിട്ട്. പക്ഷേ രുദ്രന്റെ തീരുമാനം വേറൊന്നായിരുന്നു. ഓൻ എല്ലാ ദിവസവും വന്നാൽ ഇങ്ങനെയാണ്, എനിക്കും എൻ്റെ വഴി ഓടാനേ സമയം ഉണ്ടാവില്ല, പിന്നെന്ത് വ്ളോഗ്. ഇത് ശരിക്കും ആറാത്സവത്തിന്റെ അന്നേരത്തെ വീഡിയോ ആണ്. പിന്നെ വീഡിയോ ഇടാൻ ഡിലേ ആവുക എന്നെ സംബന്ധിച്ചൊരു പുതിയ കാര്യമൊന്നുമല്ല, മടി അതന്നെ. അന്ന് ശരിക്കും 3 തിരുവാതിര ഉണ്ടായിരുന്നു, 2 എണ്ണത്തിന്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ മെയിൻ സ്റ്റേജിലേക്ക് പോയി. അവിടെ അന്ന് ഗാനമേളയാണ്, സിത്താര ഓർക്കസ്ട്രേന്റെ ഗാനമേള. ഇവരിങ്ങനെ പോസ് ചെയ്തിരിക്കുന്നത് ഫോട്ടോ എടുക്കാനാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടാ, പാവങ്ങള്. പിന്നെ ഗാനമേളനെ കുറിച്ച് പ്രത്യേകിച്ച് പറയണ്ടല്ലോ, എല്ലാ പാട്ടും അടിപൊളിയായിരുന്നു. ആ സ്റ്റേജ് മേലെ തുള്ളുന്ന കുട്ടിപ്പട്ടാളത്തിന് കണ്ട അതിന്റെ ഇടയിൽ എന്റെ മോനും ഉണ്ട്. അല്ല, അവരെ പറഞ്ഞിട്ടും കാര്യമില്ല, അമ്മ അതിന് പാട്ടല്ലേ, നമുക്ക് എന്നെ തുള്ളാൻ തോന്നും. ഇനി പാടാൻ പോകുന്ന ആള് എനിക്ക് കുറച്ച് സ്പെഷ്യലാണ് കേട്ടാ. എന്റെ നാട്ടുകാരിയാണ്, നമ്മുടെ സ്വന്തം ജയശേട്ടന്റെ മോളാണ് ദേവതീർത്ത. ചേട്ടന്മാരെ നമസ്കാരം. അപ്പൊ നമുക്ക് അടിച്ചു പൊളിക്കാം. റെഡിയാണോ? സെമി ക്ലാസിക്കലും ഫാസ്റ്റ് നമ്പേഴ്സും ഡാൻസും എല്ലായിട്ട് ഒരു ഫുൾ പാക്കേജ് ആണ് ഇവരെ ഗാനമേള. എനിക്ക് ഈ പാട്ട് പാടുന്നവരോട് ഭയങ്കര അസൂയ. ഈ ട്രൂപ്പിൽ പാട്ട് പാടുന്നവരെല്ലാവരും തന്നെ ഏതെങ്കിലും റിയാലിറ്റി ഷോകളിൽ പങ്കെടുത്തിട്ടുള്ളവരെല്ലാം നല്ല അടിപൊളി പാട്ടുകാരാണ് എല്ലാവരും. അതിന്റെ ഇടയിൽ ഈ കാണുന്ന ആളവക ഒരു സ്പോർട്ട് ചെയിൻ സോങ് ഉണ്ടായിരുന്നു, ഒരു സെമി ക്ലാസിക്കൽ ഐറ്റം. തബലിസ്റ്റും ഒപ്പത്തിനൊപ്പം ഉണ്ടായിരുന്നു. ഗാനമേളയിലെ ഫുള്ള് കണ്ട് ഡാൻസ് എല്ലാം കളിച്ച് അടിപൊളിയാക്കിയിട്ട് പോകണമെന്ന് ഇഷ്ടം ഞാൻ വന്നില്ലെങ്കിലും കുഞ്ഞ് കരഞ്ഞതുകൊണ്ട് പകുതി വെച്ചിട്ട് എനിക്ക് എണീച്ച് പോകേണ്ടി വന്നു. അത്രയും നേരം അടങ്ങിയിരുന്നതിന്റെ പേരിൽ ഓന് ചന്തയെന്ന് ഒരു സാധനം മേടിച്ചു കൊടുത്ത് ഒരു കോളിഫ്ലവർ ഫ്രൈ എല്ലാം കഴിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. എന്നാ ശരി.